എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് പള്ളിക്കത്തെ ഉസ്താദ്മാർക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നും അതേമാതിരി ഒരു വീഡിയോ ആണ് കേട്ടോ. വെച്ചാൽ ഇന്ന് പള്ളിക്കത്തെ ഉസ്താദർക്ക് ഫുഡ് കൊടുക്കലുണ്ടാണ്. അപ്പം അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാണ്. അന്നാണ് ഞാൻ ഫസ്റ്റായിട്ട് ചാനലിലൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരുക്കി വെച്ചത് ചെറുപ്പയർ കറിയൊക്കെ റെഡിയാണ്. പിന്നെ ഉമ്മച്ചി ഇഡ്ഡലി ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇഡ്ഡലി മാവ് റെഡി ആവാത്തതുകൊണ്ട് പിന്നെ അത് ദോശ ആക്കി എടുത്തിട്ടോ. പിന്നെ അത് മാത്രമല്ല എന്താ ബീഫൊക്കെ ഇട്ടിട്ട് ഇത് ബീഫിനുള്ളൊരു കൂട്ടുണ്ടാക്കിന് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ഇട്ടിട്ടുള്ള നമ്മളെ പൂള ബിരിയാണി ഉണ്ട്, അതും സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദോശ ചുട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചുട്ടൊക്കെ നേരെ പുറത്തന്നെയായിട്ട് ബീഫിൻ്റെ മസാല ഒക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ ബിരിയാണി പിന്നെ ബീഫ് ബിരിയാണി അല്ല പൂള ബിരിയാണി ഉണ്ടാക്കണം കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അമ്മച്ചി പൂള ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. തോനെ ഉണ്ടാക്കണമെന്നില്ല, കുറച്ചിട്ടോ. അപ്പം ഒരു ഒരു പള്ളിയത്തെ ഒരു കാക്കക്കും പിന്നെ ഒരു സ്ഥായിനാട്ടോ ഫുഡ് കൊടുക്കൽ. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, എന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടാക്കണം. അവർക്ക് നല്ല കട്ടിക്കൊന്നും ഉണ്ടാക്കണം വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ബീഫ് പിന്നെ പൂള ബിരിയാണി ഉണ്ടാക്കാനുള്ള സെറ്റാക്കണം കേട്ടോ. ബീഫൊക്കെ ഒന്ന് അടിപൊളിയാക്കിയിട്ട് ഞാനാണ് ഇതൊക്കെ റെഡിയാക്കണം കേട്ടോ. ഇതൊക്കെ ഞാനാണ് റെഡിയാക്കണേ. എന്നാലും ഉമ്മച്ചി സൈഡിലൊക്കെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ, എല്ലാ കാര്യവും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഉടക്കലും ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അനിയന് ഒന്ന് കൂടിയും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉടച്ച് നല്ല റെഡിയാക്കും. എനിക്ക് നല്ല ബീഫ് പിന്നെ പൂള ബിരിയാണി അറിയുമ്പോൾ നല്ല അങ്ങോട്ട് ഉടച്ച് കുത്തി കൊടുക്കണം കേട്ടോ, നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് ആവുള്ളേ. പിന്നെ വെച്ചാൽ കരിവേപ്പിൻ്റെ ഇല ചപ്പും പൊതിനി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാൻ വെക്കുക. അത് റെഡിയാണ് കേട്ടോ. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് ഫൈസും ഐഷുവിനൊക്കെ ഫൈസുവിനൊന്ന് സ്കൂളുണ്ട് കേട്ടോ. അപ്പം ഫൈസുവർക്ക് ഉണ്ടാക്കുള്ള ചായ ഒക്കെ കൊടുക്കലാണ്. അപ്പോൾ ദോശയും അവർക്ക് ചെറുപ്പയർ കറി ആട്ടോ കൊടുക്കണുള്ളത്. അപ്പോൾ ഫൈസുവിൻ്റെ കൈ ഇത് കണ്ടോ, ഇത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒരു നെസ്റ്റോ ആണ് കേട്ടോ, കളിപ്പാട്ടാണ്. അപ്പോൾ പണ്ട് ഉമ്മച്ചൊക്കെ എനിക്കും കുറേയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു കളിപ്പാട്ടാണ് പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കാര്യം എങ്ങനെ ഉണ്ടാക്കലൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ പാളുണ്ടല്ലോ, ഈ അടക്കൻ്റെ ഇതുണ്ടല്ലോ പാള, അങ്ങനത്തെ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതാ ഫൈസ് അതിനോണ്ട് ഇങ്ങനെ കളിക്കണം കേട്ടോ. ഫൈസുവിന് ആദ്യം കണ്ടപ്പോൾ ഒരു പേടിയേനി, പിന്നെ ഇപ്പോൾ റെഡി ആയിട്ടോ. അപ്പോൾ അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പിന്നെ അവർക്കുള്ള ഫുഡ് റെഡിയാക്കലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഉസ്താദ് എൻ്റെ പള്ളിക്കത്തെ ഉസ്താദ് കാക്കണ്ടല്ലോ, ഒരു പാത്രമൊക്കെ കൊണ്ടുവന്നതിന് ചിലവ് പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ഫൈസോന് ചിക്കനും ഇതൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്ത്, പിന്നെ മാൽപ്പൊരിയാണ് സ്നാക്സിന് പകരം കേട്ടോ. അപ്പോൾ ഓൻ്റെ അങ്ങനെ റെഡിയാക്കി വെക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെ പെട്ടെന്ന് പാത്രത്തിൽ ഇതാ ഉസ്താദുക്കുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പള്ളിക്കത്തെ കാക്ക വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. അപ്പോൾ ഉസ്താദിന് മാത്രമുള്ളതാണ് കേട്ടോ പാത്രത്തിലൊക്കെ സെറ്റാക്കി കൊടുക്കണേ. അപ്പം അതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ ഫൈസോന് സ്കൂളിലോട്ട് പോകാൻ നേരമായിന് കേട്ടോ. അപ്പോൾ ഇനി ഓനെ പറഞ്ഞയക്കണ നേരമാണ്. അപ്പോൾ പാത്രത്തിൽ സെറ്റാക്കി കൊടുത്ത് അങ്ങനെ മൂപ്പരാക്ക് അത് കൊണ്ടുപോയിട്ടോ. ഇനി ഉച്ചത്തേക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതാ ഫൈസോനെ സ്കൂളിലോട്ട് നേരെ അക്കുവിനെയും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അക്കുവൊക്കെ നേരത്തെ പോയിണേ. അപ്പോൾ ഉപ്പച്ചി ഉണ്ടായിനി ഇന്ന് ഓനെ കൊണ്ടയക്കുമ്പോൾ. അപ്പം പെരേന്ന് ഈ റോട്ടിൻ്റെ സൈഡൊറ്റ ഉപ്പച്ചിൻ്റെ വണ്ടിമേൽ പോരുന്ന കേട്ടോ. ഞാൻ നടന്നും പോരും, ഓനും അങ്ങനെയും പോരും. അവിടെ പീടിയ കണ്ടുകൊണ്ട് ഓന് ഉപ്പച്ചിനെ ഓരോന്ന് സോപ്പിട്ട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്നും നടക്കൂല. മിഠായി വാങ്ങി കൊടുക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂളിലോട്ട് കൊണ്ടുപോയി, അതാണ് വലിയ ചൊറ. അപ്പോൾ അത് ഓനൊക്കെ ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് കേട്ടോ. അപ്പം ഇന്നിഞ്ഞി ആയിഷുവിനെ എൻ്റെ അനിയനാണ് കേട്ടോ കൊണ്ടുപോയത്. അങ്ങനെ ഓളെ അംഗനവാടിയിലൊക്കെ കൊണ്ട് വിട്ട് ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ പറഞ്ഞാൽ മത്തി ഉണങ്ങിയ നെല്ലിക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു എന്താ വെച്ചാൽ കറിയല്ല, കുറച്ചൊരു ചെറിയൊരു രൂപത്തിൽ അങ്ങോട്ട് പൊരിച്ചുമല്ല കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇതൊക്കെ കറക്റ്റുള്ള ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ. പിന്നെ ഇത് കർമൂസ പിന്നെ മുറിച്ചാട്ട് ഫീസറിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ, കുറച്ച് മുന്നത്താണ്. അപ്പോൾ അതൊന്ന് കറി ഉണ്ടാക്കണം. അപ്പോൾ അതാ അങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട് മത്തിയൊക്കെ. അത് സെറ്റായി വന്നിന് കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയാണ്, നല്ല കുരുമുളകിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പച്ചക്കുരുമുളക് കിട്ടണേ. അപ്പോൾ ഇതാ കർമൂസ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെച്ചാൽ തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതിന് കേട്ടോ. പിന്നെ ഇന്നലെ വെച്ചിതാ ഒന്ന് സുർക്കയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബീട്രൂട്ടും ചീനുള്ളിയും കാന്താരി മുളകൊക്കെ അവിടെ മിക്സ് ആക്കിയിട്ടിട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ചോദിച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ അല്ലെങ്കിൽ തന്നെ സുർക്കയിൽ ഈ ഒരു കാന്താരിയും ചീനുള്ളി ഇട്ടിട്ട് ഉണ്ടാക്കി തിന്നലുണ്ട് കേട്ടോ. അപ്പം ഇതൊരു കളറിനും പിന്നെ ഒരു വെറൈറ്റിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വെച്ച് ഇതിൽ ബീട്രൂട്ട് കൂടി ഇട്ടെടുത്ത് കേട്ടോ. നാവ് വളഞ്ഞു പോകണം. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് പിന്നെ അത് വെച്ചിങ്ങനെ നിൽക്കില്ല. അതിപ്പോൾ 2-3 ദിവസത്തെ കൊണ്ട് വേഗം തീരും കേട്ടോ. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് തീരെ. പിന്നെ ഉച്ചത്തേക്ക് അയില പൊരിച്ചാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അത് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടോ. അതിൻ്റെ അടുക്കത് ഞാൻ പോയിട്ട് ചോറ് ഊറ്റണം കേട്ടോ. ഇതിപ്പോൾ ഈസി കുക്കറിൽ വെച്ചിട്ട് രാവിലെ
അപ്പം അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ അയില പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടം ഉണ്ടാക്കി അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ അയില ഇതാക്കുക, ഒരു സൈഡിൽ പപ്പടം പൊരിച്ചെടുക്കുക. അപ്പോൾ ഇമ്മച്ചി ഇതാ ഒരു സൈഡിൽ കറിക്കുള്ള മസാല എല്ലാം തേങ്ങ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല തേങ്ങ അരച്ച കർമ്മൂസ കറിയും അതൊക്കെ ആയി. അപ്പം തന്നെ പിന്നെ ളുഹർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ ആൾ വരും കേട്ടോ ചോറിന് പള്ളിയൊക്കെയുള്ള. അപ്പം പള്ളിയത്തെ കാക്കക്കും പള്ളിയത്തെ ഉസ്താദിനും ഒക്കെ ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അത് ഉച്ചത്തേക്ക് മതി, രാത്രിയത്ത് വേണ്ട, എന്തോ ഉസ്താദിന് എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ്. അപ്പം അങ്ങനെ ഞാൻ രാത്രിയത്തോടെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് കരുതി. കാരണം ഇതൊരു ഓർമ്മയല്ലേ, ഇത് എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് സ്പെഷ്യൽ മത്തിയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മച്ചിയാണ് പാത്രത്തിലുള്ളതൊക്കെ അങ്ങോട്ടൊക്കെ കറക്റ്റാക്കി കൊടുക്കണം. രണ്ടാൾക്കുള്ള അളവിനനുസരിച്ചുള്ളതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ റെഡിയാക്കി, പിന്നെ അച്ചാറും എക്സ്ട്രാ അച്ചാറായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ അതാ അങ്ങനെ പാത്രം അങ്ങനെ ഫില്ലാക്കി കൊടുത്ത് നിറച്ച് കൊടുത്ത് സെറ്റാക്കി കൊടുത്ത് കേട്ടോ. അപ്പം അത് കാക്കക്ക് കൊണ്ടുകൊടുത്തിട്ടോ, കാക്ക കൊണ്ടുപോയി. അപ്പം ഉച്ചക്കത്തെ വരെയുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ടാറ്റാ.